ഹായ് എവരി വൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഹോസ്പിറ്റൽ റിലേറ്റഡായ ചില സെൻറ്റൻസ് ആണ്. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഫസ്റ്റ് തന്നെ പോകുമ്പോൾ ഡോക്ടർ നമ്മളോട് ചോദിക്കുന്ന ഫസ്റ്റ് ചോദ്യം അതാണ്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, അല്ലേ, എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്ന് നമ്മളോട് ചോദിക്കും. ഇത് ഹിന്ദിയിൽ പറയുന്നത് ആപ്കോ ക്യാ പരിശാനി ഹേ, ആപ്കോ ക്യാ പരിശാനി ഹേ. ആപ്കോ എന്നാൽ നിങ്ങൾക്ക്, ക്യാ എന്ത്, പരിശാനി ഹേ പ്രോബ്ലമാണ്, പ്രശ്നമാണ്. ആപ്കോ ക്യാ പരിശാനി ഹേ. ഇതുപോലെ തന്നെ മറ്റൊരു രീതിയിൽ ചോദിക്കാം, ആപ്കോ ക്യാ തക്ലീഫ് ഹേ, ആപ്കോ ക്യാ തക്ലീഫ് ഹേ, എന്താ ബുദ്ധിമുട്ടുള്ളത് എന്ന് ചോദിക്കുന്നത്. തക്ലീഫ് എന്നാൽ ബുദ്ധിമുട്ട്. ഇനി വളരെ ഈസി ആയി ചോദിക്കുകയാണെങ്കിൽ ആപ്കോ ക്യാ പ്രോബ്ലം ഹേ, ആപ്കോ ക്യാ പ്രോബ്ലം ഹേ എന്ന് ചോദിക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള 3 സെൻറ്റൻസും നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കൂ, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്. ഇതെങ്ങനെ ചോദിക്കുക? ആപ്കോ ക്യാ ഹുവാ, ആപ്കോ ക്യാ ഹുവാ, ആപ്കോ നിങ്ങൾക്ക്, ക്യാ ഹുവാ എന്താണ് പറ്റിയത്. നെക്സ്റ്റ് നോക്കൂ, പറയൂ. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ബോലിയേ, ബോലിയേ. ഇനി ഒരു പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. എനിക്ക് പനിയാണ്. ഇതെങ്ങനെ പറയാം? മുझे ബുഖാർ ഹേ, മുझे ബുഖാർ ഹേ. ബുഖാർ എന്നാൽ പനി. ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് ഇന്നലെ മുതൽ പനിയാണ്. ഇതെങ്ങനെ പറയാം? മുझे കൽ സേ ബുഖാർ ഹേ, മുझे കൽ സേ ബുഖാർ ഹേ. ഇവിടെ കൽ എന്ന് പറയുമ്പോൾ ഇന്നലെ എന്ന് പറയുന്നതിനും നാളെ എന്ന് പറയുന്നതിനും കൽ തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. മുझे എന്നാൽ എനിക്ക്, കൽസെ ഇന്നലെ മുതൽ, ഇന്നലെ മുതൽ എന്നുള്ളതിനാണ് സേ വന്നിട്ടുള്ളത്. കൽസെ ഇന്നലെ മുതൽ, ബുഖാർ ഹേ പനിയാണ്. ഇനി എനിക്ക് 2 ദിവസമായിട്ട് പനിയാണ് എന്നുള്ളതിനാണ് മുझे 2 दिन से ബുഖാർ ഹേ, മുझे 2 दिन से ബുഖാർ ഹേ. ഇതിൽ 2 दिन 2 ദിവസം, 2 दिन से മുതൽ, ബുഖാർ ഹേ പനിയാണ്. മുझे 2 दिन से ബുഖാർ ഹേ 2 ദിവസമായിട്ട് പനിയാണ്. ഇനി നെക്സ്റ്റ്, എനിക്ക് പനി വരുന്നത് പോലെ തോന്നുന്നു എന്നുള്ളതിന് ഹിന്ദിയിൽ പറയുന്നത് മുझे ബുഖാർ സാ ലഗ് രഹാ ഹേ, മുझे ബുഖാർ സാ ലഗ് രഹാ ഹേ. ഇവിടെ ബുഖാർ സാ എന്നാൽ പനി പോലെ, ലഗ് രഹാ ഹേ തോന്നുന്നു. നെക്സ്റ്റ് സെൻറ്റൻസ്, എനിക്ക് ജലദോഷമുണ്ട്. മുझे സർദി ജുക്കാം ഹേ, മുझे സർദി ജുക്കാം ഹേ. മുझे എനിക്ക്, സർദി ജുക്കാം ജലദോഷം, ഹേ ഉണ്ട്. മറ്റൊരു രീതിയിൽ നോക്കൂ, എനിക്ക് ജലദോഷം പിടിച്ചിട്ടുണ്ട്. മുझे ജുക്കാം ഹോ ഗയാ ഹേ, മുझे ജുക്കാം ഹോ ഗയാ ഹേ. മുझे എനിക്ക്, ജുക്കാം ജലദോഷം, ഹോ ഗയാ ഹേ പിടിച്ചിട്ടുണ്ട്, മുझे ജുക്കാം ഹോ ഗയാ ഹേ. നെക്സ്റ്റ് സെൻറ്റൻസ്, എനിക്ക് തലവേദനയുമുണ്ട്. മുझे സിർ ദർദ് ബി ഹേ, മുझे സിർ ദർദ് ബി ഹേ. മുझे എനിക്ക്, സിർ ദർദ് അതായത് തലവേദന, സിർ എന്നാൽ തല, ദർദ് വേദന, ബി ഹേ ഇതും ഉണ്ട്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞു ജലദോഷം പനിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ, അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്, തലവേദനയും കൂടെ ഉണ്ട്. മുझे സിർ ദർദ് ബി ഹേ. നെക്സ്റ്റ് സെൻറ്റൻസ്, എനിക്ക് നടുവേദനയുണ്ട്. മുझे കമർ ദർദ് ഹേ, മുझे കമർ ദർദ് ഹേ. മുझे എനിക്ക്, കമർ നടു അതായത് നമ്മൾ ഉര എന്ന് പറയും അല്ലേ, ദർദ് ഹേ വേദനയുണ്ട്, മുझे കമർ ദർദ് ഹേ. നെക്സ്റ്റ് നോക്കൂ, കാൽമുട്ടുകൾക്ക് നല്ല വേദനയുണ്ട്. ഇതെങ്ങനെ പറയാം? ഗുട്നോ മേ ബഹുത്ത് ദർദ് ഹേ, ഗുട്നോ മേ ബഹുത്ത് ദർദ് ഹേ. ഗുട്നോ എന്നാൽ കാൽമുട്ടുകൾ, ഗുട്നോ മേ ബഹുത്ത്, ബഹുത്ത് എന്ന് പറഞ്ഞാൽ വളരെ, ദർദ് ഹേ വേദനയുണ്ട്, ഗുട്നോ മേ ബഹുത്ത് ദർദ് ഹേ. ഇനി നമ്മൾ പറയാറുണ്ട് കഠിനമായ വേദന അനുഭവപ്പെടുന്നു എന്നുള്ളത്. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് മുझे തേസ് ദർദ് ഹോ രഹാ ഹേ, മുझे തേസ് ദർദ് ഹോ രഹാ ഹേ. ഇവിടെ തേസ് ദർദ് എന്ന് പറയുമ്പോൾ കഠിനമായ വേദന അനുഭവപ്പെടുന്നു അല്ലെങ്കിൽ ശക്തമായി അനുഭവപ്പെടുന്നു എന്നാണ് അതിന് മീനിങ് വരുന്നത്. നെക്സ്റ്റ്, എനിക്ക് ശക്തമായി വേദനയാണ്.
मुझे जोर से दर्द हो रहा है. मुझे जोर से दर्द हो रहा है. जोर से എന്നാൽ ശക്തിയായി അനുഭവപ്പെടുന്നു, വേദന അനുഭവപ്പെടുന്നു. അടുത്തത് നോക്കൂ, പല്ല് വേദനയുണ്ട്. ഇതിന് പറയുന്നത് ദാത്ത് മേ ദർദ് ഹേ. ദാത്ത് മേ ദർദ് ഹേ. ദാത്ത് എന്നാൽ പല്ല്. ദാത്ത് മേ പല്ലിൽ, ദർദ് ഹേ വേദനയുണ്ട്. നെക്സ്റ്റ്, എൻ്റെ കാഴ്ച കുറഞ്ഞു വരുന്നു എന്നുള്ളതിന് പറയുന്നതാണ് മേരി നസർ കംസോർ ഹേ. മേരി നസർ കംസോർ ഹേ. മേരി എൻ്റെ, നസർ കാഴ്ച, കംസോർ ഹേ കുറഞ്ഞിരിക്കുന്നു. മേരി നസർ കംസോർ ഹേ. നെക്സ്റ്റ് നോക്കൂ, എനിക്ക് വയറ് വേദനയുണ്ട്. മേരെ പേട്ട് മേ ദർദ് ഹേ. മേരെ പേട്ട് മേ ദർദ് ഹേ. മേരെ എന്നാൽ എൻ്റെ, പേട്ട് വയറ്, പേട്ട് മേ വയറിൽ, ദർദ് ഹേ വേദനയുണ്ട്. മേരെ പേട്ട് മേ ദർദ് ഹേ. നെക്സ്റ്റ് നോക്കൂ, എനിക്ക് ചുമ വരുന്നു. മുझे ഖാസി ആ രഹി ഹെ. മുझे ഖാസി ആ രഹി ഹെ. മുझे എനിക്ക്, ഖാസി ചുമ, ആ രഹി ഹെ വരുന്നു. മുझे ഖാസി ആ രഹി ഹെ. ഇതുവരെ നമ്മൾ ഡോക്ടറിനോട് കുറേ പ്രോബ്ലംസ് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ നമ്മളോട് പറയാണ്, ശരി ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്നുള്ളതിന് പറയുന്നതാണ് അച്ഛാ മേ ചെക്ക് കർ ലേത്താ ഹോ. അച്ഛാ മേ ചെക്ക് കർ ലേത്താ ഹോ. അച്ഛ എന്നാൽ ഇവിടെ ശരി അല്ലെങ്കിൽ ഓക്കെ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അതിനെ ഉപയോഗിക്കുന്നതാണ് അച്ഛ. മേ ഞാൻ, ചെക്ക് കർ ലേത്താ ഹോ പരിശോധിക്കട്ടെ എന്നാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ് ഡോക്ടർ പറയുന്നതാണ്, നിങ്ങൾ അല്പം ശക്തിയായി ശ്വസിക്കുക. ആപ് ജറാ ജോർ സേ സാസ് ലീജിയേ. ആപ് ജറാ ജോർ സേ സാസ് ലീജിയേ. ആപ് എന്നാൽ നിങ്ങൾ, ജറ കുറച്ച്, ജോർ സേ ശക്തിയായി, സാൻസ് ശ്വാസം, ലീജിയെ എടുക്കുക. അതായത് ആപ് ജറ ജോർ സേ സാസ് ലീജിയെ, നിങ്ങൾ അല്പം ശക്തിയായി ശ്വസിക്കുക. നെക്സ്റ്റ്, നിങ്ങൾക്ക് തലവേദനയുണ്ടോ? ക്യാ ആപ്കോ സിർ ദർദ് ബി ഹെ. ക്യാ ആപ്കോ സിർ ദർദ് ബി ഹെ. ആപ്കോ നിങ്ങൾക്ക്, സിർ ദർദ് ബി അതായത് തലവേദനയും ഉണ്ടോ. അടുത്ത സെൻറ്റൻസ് ഡോക്ടർമാർ കോമണായി പറയുന്ന ഒരു സെൻറ്റൻസാണ്. ശരിയായി വിശ്രമം എടുക്കൂ എന്ന് പറയാറുണ്ട്. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ആരാം സഹീസെ ലീജിയെ. ആരാം സഹീസെ ലീജിയെ. ആരാം എന്നാൽ വിശ്രമം, സഹീസെ അതായത് കറക്റ്റായി ശരിയായ രീതിയിൽ, ലീജിയെ എടുക്കൂ. നെക്സ്റ്റ്, വിഷമിക്കരുത്. ചിന്ത മത് കീജിയെ. ചിന്ത മത് കീജിയെ. ചിന്ത എന്നാൽ വിഷമം, മത് കീജിയെ വിഷമിക്കരുത്. നെക്സ്റ്റ്, സ്കാൻ കൊണ്ടുവരിക എന്ന് പറയുന്നതിന് സ്കാൻ ലേക്കർ ആയിയേ. സ്കാൻ ലേക്കർ ആയിയേ. ലേക്കർ ആയിയേ കൊണ്ടുവരിക. നെക്സ്റ്റ്, നാളെ റിപ്പോർട്ടുമായി വരൂ എന്ന് പറയുന്നതിന്, അതായത് നമ്മൾ സ്കാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ടായിട്ട് വരാൻ പറയുന്നതിനാണ് കൽ റിപ്പോർട്ട് കെ സാത്ത് ആയിയേ. കൽ റിപ്പോർട്ട് കെ സാത്ത് ആയിയേ. കൽ നാളെ, റിപ്പോർട്ട് കെ സാത്ത് റിപ്പോർട്ടുമായി, സാത്ത് എന്ന് പറഞ്ഞാൽ കൂടെ, ആയിയേ വരൂ. കൽ റിപ്പോർട്ട് കെ സാത്ത് ആയിയേ. നെക്സ്റ്റ്, ഞാൻ കുറച്ച് മരുന്ന് എഴുതി തരാം എന്ന് പറയുന്നതിന് മേ കുച്ച് ദവ ലിഖ് ദേത്താ ഹോ. മേ കുച്ച് ദവ ലിഖ് ദേത്താ ഹോ. മേ ഞാൻ, കുച്ച് കുറച്ച്, ദവ മരുന്ന്, ലിഖ് ദേത്താ ഹോ എഴുതി തരാം. നെക്സ്റ്റ്, ദിവസത്തിൽ 2 തവണ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇതെടുക്കുക എന്നാണ് പറയുന്നത്. ഇത് എങ്ങനെ ഹിന്ദിയിൽ പറയാൻ നോക്കാം. ദിൻ മേ 2 ബാർ കുച്ച് ഖാനെ കെ ബാദ് ले लेना. दिन में 2 बार कुछ खाने के बाद ले लेना. दिन में ദിവസത്തിൽ 2 ബാർ 2 പ്രാവശ്യം, കുച്ച് കുറച്ച്, ഖാനെ കെ ബാദ് എന്തെങ്കിലും കഴിച്ചതിന് ശേഷം, ലേ ലേന എടുക്കണം. ദിൻ മേ 2 ബാർ കുച്ച് ഖാനെ കെ ബാദ് ലേ ലേന. അടുത്ത സെൻറ്റൻസ് 2 ദിവസം ഈ മരുന്ന് കഴിക്കുന്നത് തുടരുക എന്നുള്ളതിനെ പറയുന്നതാണ് യഹ് ദവ 2 ദിൻ തക്ക് ലേത്തേ രഹേ. യഹ് ദവ 2 ദിൻ തക്ക് ലേത്തേ രഹേ. യഹ് ഇത്, ദവ മരുന്ന്, 2 ദിൻ 2 ദിവസം, തക്ക് അതായത് വരെ 2 ദിവസം വരെ, ലേത്തേ രഹേ
എടുത്തുകൊണ്ടിരിക്കണം. യഹ് ദവ 2 ദിൻ തക്ക് ലേത്തെ രഹേ. നെക്സ്റ്റ് സെൻറ്റൻസ് കുറഞ്ഞത് 3 ദിവസത്തെ വിശ്രമമെങ്കിലും ആവശ്യമാണ് എന്ന് പറയുന്നതിന് കംസേ കം 3 ദിൻ ആരാം കർനാ ഹേ. കംസേ കം 3 ദിൻ ആരാം കർനാ ഹേ. ഇവിടെ കംസേ കം എന്നാൽ കുറഞ്ഞത്, 3 ദിൻ 3 ദിവസം, ആരാം കർനാ ഹേ റെസ്റ്റ് എടുക്കണം. അടുത്ത സെൻറ്റൻസ് കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾ സുഖം പ്രാപിക്കുമെന്ന് പറയുന്നതിന് ആപ് കുച്ച് ഹി ദിനോ മേ ടീക് ഹോ ജായെങ്കെ. ആപ് നിങ്ങൾ കുച്ച് ഹി ദിനോ അതായത് കുറച്ച് ദിവസത്തിനുള്ളിൽ ടീക് ഹോ ജായെങ്കെ ശരിയാകും, സുഖം പ്രാപിക്കും. ആപ് കുച്ച് ഹി ദിനോ മേ ടീക് ഹോ ജായെങ്കെ. അടുത്ത സെൻറ്റൻസ് ചുടുവെള്ളം കുടിക്കുക. ഇത് ഹിന്ദിയിൽ പറയുന്നത് ഗരം പാനി പീജിയെ. ഗരം പാനി പീജിയെ. ഗരം എന്നാൽ ചൂട്, പാനി വെള്ളം, ഗരം പാനി ചൂടുവെള്ളം, പീജിയെ കുടിക്കുക, ഗരം പാനി പീജിയെ. നെക്സ്റ്റ് നോക്കൂ, ലഘുവായ ഭക്ഷണം കഴിക്കുക. നമ്മളോട് ഡോക്ടർ പറയാറുണ്ട് അല്ലേ, ഇത് ആ ഒരു സെൻറ്റൻസ് നോക്കാം. ഹൽക്ക ഖാന ലേനാ ഹേ. ഹൽക്ക ഖാന ലേനാ ഹേ. ഹൽക്ക ലഘുവായ, ഖാന ഭക്ഷണം, ലേനാ ഹേ എടുക്കുക. ഹൽക്ക ഖാന ലേനാ ഹേ. അടുത്ത സെൻറ്റൻസ് ഒരു പക്ഷേ നിങ്ങൾക്ക് പനി വീണ്ടും വന്നാൽ വരൂ എന്ന് പറയുന്നുണ്ട്. അതിന് ഹിന്ദിയിൽ പറയുന്നത് അഗർ ആപ്കോ ഫിർ സെ ബുഖാർ ഹേ തോ ആയിയെ. അഗർ ആപ്കോ ഫിർ സെ ബുഖാർ ഹേ തോ ആയിയെ. അഗർ ഒരു പക്ഷേ, ആപ്കോ നിങ്ങൾക്ക്, ഫിർ സെ വീണ്ടും, ബുഖാർ ഹേ തോ പനി ഉണ്ടായാൽ, ആയിയെ വരൂ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഡോക്ടറിനോട് എന്തായാലും പറയില്ലേ, നന്ദി ഡോക്ടർ, താങ്ക്സ് ഡോക്ടർ നമ്മൾ പറയാറുണ്ട് അല്ലേ. ഇതിന് ഹിന്ദിയിൽ പറയുന്നത് ധന്യവാദ് ഡോക്ടർ. ധന്യവാദ് ഡോക്ടർ. സോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോയിൽ പറയുന്ന സെൻറ്റൻസസ് എല്ലാം തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ ഓരോ ടോപ്പിക്കുമായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹിന്ദി സംസാരിക്കാൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.